ഇനി ഭരണപക്ഷത്ത് ഞാൻ നേരത്തെ ചോദിച്ചത് മുഖ്യമന്ത്രി അല്ലാതെ ഏതെങ്കിലും മന്ത്രിമാർ ഈ വിഷയത്തിൽ സംസാരിക്കുന്നുണ്ടോ? സാധാരണ ഈ നൽകുന്ന ലിസ്റ്റിൽ അവരുടെ പേരുണ്ടാവാറില്ലല്ലോ. മന്ത്രിമാർ പ്രസംഗിച്ചേക്കുമോ? സാധാരണ നിലയ്ക്ക് മന്ത്രിമാരുടെ പ്രസംഗം ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്. മുഖ്യമന്ത്രി ഇതിന് വിശദമായി തന്നെ മറുപടി പറയും. സമയമെടുത്ത് മറുപടി പറയാൻ മുഖ്യമന്ത്രി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് മറ്റു മന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും ആക്ഷേപങ്ങളോ വിമർശനങ്ങളോ ഏറ്റവരല്ലാതെ ആരെങ്കിലും മുന്നോട്ട് വന്ന് മറുപടി പറയാനുള്ള സാധ്യത നന്നേ വിരളമാണ്. മുഖ്യമന്ത്രി വളരെ വിശദമായി തന്നെ മറുപടി പറയും. ഭരണപക്ഷത്തു ഇനി സംസാരിക്കാനുള്ളത് രണ്ടോ മൂന്നോ പേർ കൂടി മാത്രമാണ്. അതിനപ്പോൾ കെ വി സുമേഷ് അടക്കമുള്ള സംസാരിക്കാനുണ്ട്. പ്രതിപക്ഷത്ത് നിന്ന് ഇനി വി ഡി സതീശൻ മാത്രമേ സംസാരിക്കാൻ അവശേഷിക്കുന്നുള്ളൂ. പ്രതിപക്ഷ നേതാവ് എന്ത് സമീപനം സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ടാവുക. എന്തായാലും മുഖ്യമന്ത്രി വളരെ സമയമെടുത്ത് വിശദീകരിക്കുന്ന കാരണം മന്ത്രിമാർ ഇനി സംസാരിക്കാനുള്ള സാധ്യത കുറവാണ്. ഇനി നമ്മൾ നിയമസഭയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും പ്രസംഗങ്ങൾ തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് ആദ്യം പ്രസംഗിക്കും, അതിനുശേഷമായിരിക്കും ഇതിന് മറുപടി എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ വളരെ വിശദമായ പ്രസംഗം ഉണ്ടാവുക. രണ്ട് പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ നമ്മളിനി സഭയിൽ അടുത്ത മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.